സബ്സിഡി നിരക്കിൽ ക്ഷീരകർഷകർക്ക് വൈക്കോൽ വിതരണം ചെയ്യുന്നതിന്റെ കഞ്ഞിക്കുഴി ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് മോഹനൻ നിർവഹിച്ചു. കർഷകർക്കായിട്ട് വൈക്കോൽ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് വൈക്കോൽ വിതരണ പദ്ധതി. ആയത് നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തിനായി 2 ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ലഭിച്ചിട്ടുള്ളത്. അത് എല്ലാ സംഘങ്ങളിലും ഏകദേശം കർഷകരുടെ എണ്ണം വച്ച് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ആയതിനായിട്ട് ഇപ്പോൾ നമ്മളുടെ മാരാരിക്കുളം നോർത്ത് ക്ഷീരസംഘത്തിന് ലഭിച്ചിരിക്കുന്നത് 10,000 രൂപയാണ്. പക്ഷേ ഏതായാലും കൂടുതൽ ഫണ്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 കിലോ വൈക്കോല് കർഷകർ ഇപ്പോൾ 10 രൂപയാണ് വിലയെങ്കിൽ അത് മുടക്കി വാങ്ങുമ്പോൾ 4 രൂപ സബ്സിഡി എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് 4 രൂപ സബ്സിഡിയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു കെട്ട് ഏകദേശം 30 കിലോ വില വരും. ഇപ്പോൾ അതിന് 270 രൂപയാണ് അതിൻ്റെ വില. ഇപ്പോൾ 120 രൂപ കിഴിച്ച് നിങ്ങൾ 150 രൂപ സംഘത്തിൽ അടച്ച് ഈ ഒരു കെട്ട് വൈക്കോല് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ വരൾച്ച ദുരിതാശ്വാസ പദ്ധതിയുടെ ഭാഗമായാണ് സബ്സിഡി നിരക്കിൽ വൈക്കോൽ വിതരണം ചെയ്തത്. പദ്ധതിയുടെ കഞ്ഞിക്കുഴി ബ്ലോക്ക് തല ഉദ്ഘാടനം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് മോഹനൻ നിർവഹിച്ചു. മാരാരിക്കുളം വടക്ക് ക്ഷീരസംഘത്തിൽ നടന്ന പരിപാടിയിൽ സംഘം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി സ്മിത സുരേഷ് സ്വാഗതം പറഞ്ഞു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരവികസന ഓഫീസർ ഷിൻഡ്യ എങ്കെ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷീരകർഷകരെ സഹായിക്കുന്ന വിവിധ മേഖല ഇപ്പോൾ ക്ഷീരകർഷകരെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങനെ ഒരു സഹായം ക്ഷീരകർഷകർക്ക് നൽകുന്നത്. ഇപ്പോൾ കച്ചിൽ സബ്സിഡി നിരക്കിലാണ് നിങ്ങൾക്ക് നൽകുന്നത്. നേരത്തെ കാലിത്തീറ്റ സബ്സിഡി നൽകി, അതുപോലെ പാലിന് സബ്സിഡി നൽകി. അപ്പോൾ വിവിധ തരത്തിൽ കൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്ന സമീപനമാണ് സർക്കാർ, ബന്ധപ്പെട്ട വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമെല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു സഹായകരമാണ്. ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചാൽ